ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? അൽഹംദുലില്ലാ എനിക്കും സുഖമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞും ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തുക. മാഷാ അല്ലാഹ് ഞാൻ ഇട്ടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ എന്ത് പറയണു, അപ്പോൾ ഞാനിതാ മക്കളെയും കൊണ്ട് പാർക്കിൽ പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് പാർക്ക്, എന്താ ഏതാന്നൊക്കെ ഞാനിതാ കാണിച്ചു തരാം കേട്ടോ. ഞാൻ അതിലടക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിതാ വീടിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. അപ്പം എൻ്റെ മുത്തുമണീസുകൾ ഇതാ കേട്ടോ. അപ്പോൾ എന്തു പറയണോ, സുഖാണോ? വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? വെയിലുണ്ട് അല്ലേ? വാ. അപ്പോൾ ഇവരെയും കൊണ്ട് ഇതാ ഞാൻ പാർക്കിൽ പോവാ കേട്ടോ. നമ്മുടെ വീട് ഇതാണ് കേട്ടോ. കാണുന്നുണ്ടോ? വാ. അപ്പം നമ്മളിതാ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു കേട്ടോ. നീ കുറച്ച് ഇങ്ങോട്ട് വാ, അതിൻ്റെ കൈ നോക്കി. അപ്പോൾ കുറച്ചും കൂടെ ദൂരം പോവാണ്ട് കേട്ടോ. ഒക്കെ നിറയെ ബിൽഡിങ്ങുകളാണ്. അപ്പോൾ നമ്മുടെ നാട്ടിനേക്കാട്ടിലും സുരക്ഷിതത്വമാണ് കേട്ടോ ഇവിടെ. സൗദി അറേബ്യ പോക്കാണ്, സൗദി അറേബ്യയിൽ അങ്ങനെയാണ്, സൗദി അറേബ്യ ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയുള്ളത്. സൗദി അറേബ്യ പോക്കായിരിക്കും, എവിടെയാണ് പോക്ക് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയിലൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഒരു ശല്യമോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും പുറത്തിറങ്ങാം, എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോവാം. മക്കളെ ചാടി ഇപ്പം ഇതാ നമ്മളിതാ പാർക്കിലെത്തിട്ടോ. വായ വായ വായ, വണ്ടി വരുന്നില്ല കേട്ടോ. നിറയെ പ്രാക്കളുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ നമ്മുടെ പാർക്കിലെത്തിട്ടോ. അപ്പം ഇത്ര ദൂരമുള്ളൂ പാർക്കിലേക്ക്. അപ്പോൾ ഇനി വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒത്തിരി പേരെ ഫ്രണ്ടായിട്ട് ഇവിടെയൊക്കെ കഴുകിയിരുന്നു കേട്ടോ. ഉണ്ടോ, ഇവിടെയൊക്കെ കഴുകി സൂപ്പറാക്കിക്കണം. ഇതിലാ വെള്ളം നിറച്ച് വെച്ചിരിക്കണ. ഇവിടെ നിന്ന് ഇരിക്കാൻ കോലല്ല, കഴുകി കഴുകി സൂപ്പറാക്കി. അപ്പോൾ വേറെന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒന്നും ആരുമില്ല കേട്ടോ. ഈ നേരത്തെ വൈകിട്ട് വരുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ സമയമാകുമ്പോൾ ഒന്നും ആരുമില്ല. പിന്നെ വേറെന്താണ് വിശേഷങ്ങൾ? കുഞ്ഞാലാടണില്ലേ? നടിക്കോ. അപ്പോൾ അതാ അവർ ഊഞ്ഞാലിലാടും. ഞാൻ കുറച്ച് നേരം ഇതുമ്മ കൂടെ അങ്ങനെ നടക്കും കേട്ടോ.
കുറച്ച് നേരം നടന്നാലേ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും കിടക്കുകയൊക്കെ തന്നെയല്ലേ. അപ്പോൾ നമുക്കും കയ്യിനും കാലിനൊക്കെ ഒരു ആശ്വാസം കിട്ടും. ഇങ്ങോട്ട് ഞാൻ ഇപ്പോൾ വീണേനു. വേറെന്താ വിശേഷങ്ങൾ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇവർ പരിപാടി? ഇവരിതാ മിന്നുകുട്ടീനെ അങ്ങനെ ആട്ടി കൊടുക്കും കേട്ടോ. മിന്നൂട്ടി കുറച്ച് നേരമൊക്കെ അങ്ങനെ ആടും. പിടിച്ചട്ടോ. ഹലോ ഹായ് പറ. അപ്പോൾ ആ മിന്നൂട്ടി ഇങ്ങനെ മുവാഹിൽ അങ്ങനെ അവധിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. ഓൻ എന്തെങ്കിലുമൊക്കെ അവിടെ ഇതാവും. അപ്പോൾ ഇവർ കുറച്ച് നേരം ഇങ്ങനെ കളിക്കും, ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങോട്ട് വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ. ഒരുപാട് കൂട്ടുകാർ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ സന്തോഷമുണ്ട്. ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നാലൊക്കെ കണ്ടോ ഒരു ശല്യമില്ല കേട്ടോ. നമുക്ക് വൈകിട്ട് വരുമ്പോൾ കുറച്ച് ഫാമിലീസ് ഉണ്ടാവും ഇവിടെ, കുട്ടികളെയും കൊണ്ട് ഇതേപോലെ കുറച്ച് ഫാമിലി ഉണ്ടാവും. ഞാൻ വൈകുന്നേരം വരലില്ല അവരെയും കൊണ്ട്. വൈകുന്നേരം പിന്നെ തണുപ്പുമായിരിക്കും. ഇന്ന് തന്നെ ഇപ്പോൾ ജാക്കറ്റൊന്നും എടുത്തില്ല, തണുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അജൂട്ടിക്കും എൻ്റെ ഫിദമോൾക്കൊക്കെ ഒരു അസൂയയും കുറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ അവരതേപോലെ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്നതല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട് അമ്മച്ചിക്കിപ്പോൾ വേറെ കുട്ടികളായില്ലേ. എന്തായാലും അവരെ നോക്കാൻ വേണ്ടിയിട്ടില്ലേ ഞാനിവിടെ വന്നിട്ട് ഇവരെ നോക്കിയാണ്. ഇവരെ പൊന്നുപോലെ നോക്കിയാലേ ഉള്ളൂ എനിക്ക് അവരെ അവിടെ സുരക്ഷിതത്വം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അവർക്ക് അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫാമിലി എങ്ങനെയാണ്, എന്താണ്, ഏതാന്നൊക്കെ. മാഷാ അല്ലാഹ് ഇതുവരെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലത്തെ ഒരു അംഗം പോലെ തന്നെയാണ്. അവർ നമ്മളെ കാണണേ തോന്നുന്നു. നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങൾ അവരുടെ ഭാഗത്തുനിന്നും നമ്മളെ ഭാഗത്തുനിന്ന് അവർക്കൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ ഒരു നോട്ടം കൊണ്ടോ ഒരു വാക്കുകൊണ്ടോ നമ്മളെന്തെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. നേരെ മറിച്ച് രണ്ട് തിരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര തന്നെ സങ്കടം ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇങ്ങനെ ആണുങ്ങളുള്ള വീട്ടിൽ എന്നൊക്കെ. പക്ഷേ കാക്കാൻ്റെ ഭാഗത്തു നിന്നൊന്നും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല കേട്ടോ. ആൾ വരും, അവർ രണ്ടുപേരും ഒരുമിച്ച് പുറത്ത് പോകും, ജോലിക്ക് പോകും. ജോലി കഴിഞ്ഞ് അവർ രണ്ടുപേരും ഒരുമിച്ചാണ് വരിക. പിന്നെ ചില ആണുങ്ങൾ തന്നെ ഉണ്ടാകുമല്ലോ ഒരു സൈസ് വെറുപ്പിക്കുന്ന നോട്ടവും കാര്യങ്ങളും. ഇതങ്ങനത്തെ ഒന്നും ഒരു ഇതില്ല കേട്ടോ. അതുതന്നെ നമുക്ക് അൽഹംദുലില്ലാഹ് ഹൈറേ പറയാം. അപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ ചിലപ്പോൾ ഈ വയസ്സായ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ടെങ്കിലും നമ്മൾ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ വീട്ടിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു ഇടങ്ങേറും ഇല്ല കേട്ടോ. എന്താണ് അതിനൊക്കെ നമ്മൾ പടച്ചവനോട് ശുക്രൻ തന്നെ പറയണം കേട്ടോ. എന്താ വെച്ചാൽ അത്രക്കും നല്ലൊരു അനുഭവം തന്നെയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം ഞാനൊക്കെ പുറത്തിറങ്ങി എൻ്റെ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയ കാരണത്താൽ എനിക്കൊരാണെന്താണ്, ആണിൻ്റെ നല്ല വശം എന്താ ചീത്ത വശം എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടോ ഞാൻ നടക്കുന്നത്. അപ്പം അത് കാരണത്താൽ തന്നെ നമുക്ക് ഇവിടെ വന്നവിടെയും തന്നെ പിന്നെ നമ്മൾ ഈ നിൽക്കുന്ന ഏരിയയും തന്നെ നമുക്ക് ഒരു ശല്യം എന്ന് പറഞ്ഞാൽ ഒരു ശല്യമല്ല. നമ്മൾ ആരുന്നേണ്ട ഒന്നിനും അങ്ങോട്ടും പോകണില്ല, നമ്മളടുത്തേക്ക് ആരും ഒന്നിനും ഇങ്ങോട്ടും വരില്ല. ഇതുണ്ട റോഡിൻ്റെ അടുത്താണ് ഇട്ടത്, വണ്ടികൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. പിന്നെ മലയാളീസ് ഉള്ള ഏരിയ ആണ് ഇട്ടത്, മൊത്തം മലയാളീസിൻ്റെ ഏരിയയാണ്. പക്ഷെ ആർക്കും നമ്മുടെ നാട്ടിലൊക്കെയാണെന്ന് വെച്ചെങ്കിൽ നമ്മളൊന്ന് പുറത്ത് ഇറങ്ങിയാൽ അവളിപ്പോൾ എങ്ങടാ പോകണേ, അല്ലെങ്കിൽ അവൾ ആരപ്പാ പോകണേ, അവൾ ഏത് വണ്ടിയിലാണ് കയറി, അങ്ങനെയൊക്കെ നോക്കാൻ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പാട്ടിന് പോവുക, അവരവരെ പാട്ടിന് പോവുക, ആർക്കും ആരിനെയും വേണ്ട കേട്ടോ. ഒരു ശല്യ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ രാവിലത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ്
ഇനി ഞാൻ ഇപ്പോൾ ഒരു തുട കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ അടുത്ത് ചെന്നിട്ട് പിന്നെ വൈകുന്നേരം ഉള്ളു ഇനി തുടച്ചിട്ടുള്ളൂ. അതുവരെ അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിന്നെ അവർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഇറക്കും, മുറ്റത്തേക്ക് ഇറക്കും. മുറ്റത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ നിറയെ പൊടിയാണ് മുറ്റത്ത്. ഈ മണലുണ്ട് നന്നായിട്ട്, അപ്പോൾ അതിൻ്റെ പൊടികളുണ്ട്. അപ്പോൾ അതിൽ കളിക്കണേലും നല്ലതാണ്. അവർ കുറച്ച് നേരം ഇവിടെ കൊടുന്നിട്ട് കൊണ്ടുപോയാൽ അവരും സന്തോഷമാവും. പിന്നെ ചെല്ലുമ്പോഴേക്ക് ഫുഡൊക്കെ കഴിച്ച് ഒരാൾക്ക് ട്യൂഷന് പോവാനാവും. മറ്റാളെ ട്യൂഷന് ഇല്ല കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറബി വീട്ടിലാണോ ജോലി, എന്താണ് ബുദ്ധിമുട്ടുണ്ടോ, കാര്യങ്ങളുണ്ടോ എന്നൊക്കെ കേട്ടോ. നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടും, വെയിലുണ്ട്, നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹൈറെന്ന് തന്നെ പറയുക. ആ 2 മാസത്തിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയുണ്ടാവും ഞാൻ ഏത് വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് പൈസൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. രണ്ടാമത്തേന്ന് വെച്ചാൽ നമുക്ക് ആരോടും മിണ്ടാനും പറയാനും ഇല്ല. ഇവിടെ ഇവർ പോയി കഴിഞ്ഞാൽ ഈ മക്കളുള്ള കാരണത്താൽ എനിക്ക് മിണ്ടും പറയും ചെയ്യുമ്പോൾ കുറേ അങ്ങനെ വിഷമങ്ങൾ മാറും കേട്ടോ, അവറ്റനോടൊന്ന് കൂട്ടുകൂടുമ്പോൾ. പിന്നെ വെച്ചാൽ നാളെ ഡിസംബർ 25 ഫിദമോളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ബർത്ത്ഡേയുടെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറേ ഈത്തപ്പനകളുണ്ട് കേട്ടോ. ഇത് ചെറിയ തൈയാണ്, വലിയൊരു മരം ഉണ്ട് കേട്ടോ. അതിൽ നിറയെ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. ഒരെണ്ണം തന്നെ ഉള്ളു. കുറച്ച് വലിയ മരമായിട്ട് ഒരെണ്ണം തന്നെ ഉള്ളൂ. അതിൽ നന്നായിട്ട് കായ്ച്ച് നിൽക്കണ കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. അത് കാണുന്നുണ്ട്, എത്രത്തോളം കാണുന്നുണ്ട് എനിക്കറിയില്ല. എനിക്ക് കാണുന്നുണ്ട് ഈ വീഡിയോസിൽ, ക്യാമറയിൽ കാണുന്നുണ്ടോ അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് അതല്ലെങ്കിൽ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ട്. ഞാൻ അന്ന് അവിടുന്ന് 2 മാസം കൊണ്ട് ഞാൻ തിരിച്ച് നാട്ടിൽ പോകാൻ നിന്നപ്പോൾ ഒരുപാട് കോളുകൾ വന്നിരുന്നു കേട്ടോ. സജന ശരിയാവും, സങ്കടപ്പെടണ്ട, കരയണ്ട, പഠിച്ചവൻ കാണും, കാണാതിരിക്കൂല, ഇടങ്ങാറാവൂല, ബുദ്ധിമുട്ടാവൂല, എന്നെ ഞങ്ങൾ ഏറ്റെടുത്തോളാന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ആരും ഒന്നും തന്നില്ലെങ്കിലും അല്ലെങ്കിൽ ആരുടെ അടുത്തുനിന്നും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവരൊക്കെ തരുന്ന ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും, അതേപോലെ തന്നെ നമുക്ക് അവരൊക്കെ പറയുന്ന ഒരു വാക്കുകളുണ്ടല്ലോ, ഞങ്ങൾ ചേർത്ത് പിടിക്കാന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ വന്നപ്പോൾ ആരും ഒന്നും കൊടുക്കുന്നതുമല്ല, അല്ലെങ്കിൽ നമ്മളെയൊന്നും അവരറിയണതല്ല. ഉള്ളവർക്ക് കൊടുക്കാൻ പഠിച്ചവനെ തോന്നിക്കട്ടെ എന്ന് പറയും ഞാൻ. അതേപോലെ ഇല്ലാത്തവനിക്ക് ഇതേപോലെ കൂടുതൽ കൊടുക്കട്ടെ. എനിക്കൊക്കെ ഞാൻ വിചാരിക്കും, റബ്ബേ എൻ്റെ കടങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും എന്നാ തീരെ, എനിക്ക് ആരെയെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണമെങ്കിൽ. ഓരോരുത്തരുടെ കണ്ട നമ്മളതൊന്നും ഒന്നും അല്ല കേട്ടോ. അത്രയും എന്നെക്കാട്ടിലും ബുദ്ധിമുട്ടും പ്രയാസത്തിലും എനിക്കിപ്പോൾ വന്നതെന്ന് വെച്ചാൽ ഞാനായിട്ട് വരുത്തി വെച്ച കടങ്ങളാണ്. അതെന്താ വെച്ചാൽ ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത്. ആ ഒരു ഇതുള്ളൂ. അല്ലാണ്ട് നമ്മൾ ദൂർത്തടിച്ചിട്ട് അതല്ലെങ്കിൽ വേറെയുള്ള രീതിയിൽ കുറേ അങ്ങനെയൊക്കെ നമ്മൾ ചിലവാക്കിയ പൈസ അല്ല കേട്ടോ. ഞാൻ വീട് വെച്ചിലും പിന്നെ ഷോപ്പ് ഇട്ടു. ഈ നാടും വീടും വിട്ട് പോരുന്നതിന് വേണ്ടിയിട്ടാണ് എത്രയും കടങ്ങളാക്കിയിട്ട് ഒരു ഷോപ്പ് ഇട്ടത്. ആ ഷോപ്പ് ഇട്ടിട്ട് 1 വർഷം കഴിഞ്ഞില്ല, അപ്പോഴേക്കും എനിക്ക് മോനിക്ക് സർജറിയും കാര്യങ്ങളും വന്നതും എല്ലാം എനിക്ക് ഒന്നൊന്നായിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായി. ഒരുമിച്ചെല്ലാം പാടെ വന്നപ്പോൾ അപ്പോൾ സാധാരണ നാട്ടിലൊരു സ്റ്റിച്ചിങ് കൊണ്ട് ഇതുകൊണ്ട് നിങ്ങൾക്ക് ഇരുന്നാൽ അറിയാലോ, അങ്ങനെ ഉന്തിത്തള്ളി അങ്ങനെ പോവുക. പക്ഷേ ഹോസ്പിറ്റൽ കേസുകളും കാര്യങ്ങളും വന്നാൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ വെച്ചാൽ ഇനി ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളും ഇനിയിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിലും ഇരിക്കണമെങ്കിലും മക്കൾ വലുതായി വരുന്നു. അപ്പോൾ അവരെ പഠിപ്പും ചിലവും കാര്യങ്ങളും ഫിദമോളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അമ്മച്ചിനെ സഹായിക്കണമെങ്കിൽ ഞാനിനി +2 വരെയുള്ളൂ പോണത്, പിന്നെ എനിക്ക് എന്തെങ്കിലും ഒരു ജോബ് നോക്കണം, അങ്ങനെയൊക്കെയാണ് അവൾ പറയുന്നത് കേട്ടോ.
അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവളൊരു പെൺകുട്ടിയായിട്ട് പോലും അവൾ അങ്ങനെ പറയുകയും ചെയ്യണമെങ്കിൽ അവളെ എത്രത്തോളം അവളെ മനസ്സിലേക്ക് കൊണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഓരോ വിഷമങ്ങളും കാര്യങ്ങളും. പിന്നെ അതേപോലെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനാവണം കേട്ടോ. അവൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ കല്യാണം കെട്ടിക്കോ ഏതാ ഫോട്ടോസും കാര്യങ്ങളും ഇതൊക്കെ കണ്ടിട്ട് കെട്ടിക്കോ, ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം അത് ഇത് പറഞ്ഞിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാൻ, അവളായിട്ട് പറയട്ടെ എന്താണ് കല്യാണം കഴിക്കാൻ ഞാൻ അയക്കണേ അതല്ലെങ്കിൽ ഇതയക്കണേ. നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളോട് നമ്മുടെ മക്കളെടുത്ത് ആ കാര്യം ചെന്ന് പറയുമ്പോൾ തന്നെ പറയും ഉമ്മച്ചിൻ്റെ മാതിരി ഇടങ്ങാറാവാനാണോ ഞങ്ങളെ പിടിച്ച് കെട്ടിക്കാൻ നിൽക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഇതിൽ അപ്പം അതിലും നല്ലതല്ലേ അവർ സ്വന്തം കാലിലൊന്നും നിൽക്കാനാവട്ടെ. അവർക്ക് എനിക്ക് ഇന്ന ഡ്യൂട്ടി ചെയ്താൽ അതല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്താൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ള ഒരു ഇതിൽ വന്നാൽ ഇന്നത്തെ കാലത്ത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ജോലി ഉണ്ടായിട്ട് പോലും ഒന്നും എത്തിപ്പെടാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു ജോബ് അവരും കണ്ടെത്തട്ടെ. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് എന്ത് ജോലിക്കാണ് പോയിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മലയാളിയുടെ ഒരു വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്, അറബി വീട്ടിലൊന്നുമല്ല കേട്ടോ. എനിക്ക് ഇത് സേഫ്റ്റിയാണ്. പിന്നെ എൻ്റെ വീട്ടുകാർക്കും എൻ്റെ വീട്ടുകാരോ എൻ്റെ കുടുംബത്തിലുള്ളവർക്കും ആർക്കും ഞാൻ ഇങ്ങനത്തെ ജോലിക്ക് പോരുന്ന ഉണ്ടായിട്ട് അവരാരും ഇങ്ങനെ അവരെ മക്കളെ ആരെയും വിട്ടിട്ട് ഇതായിട്ട്, പക്ഷെ എൻ്റെ നിവൃത്തികേട് കൊണ്ട് ഞാൻ പോകുന്നതാണ്. പിന്നെ ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ വാപ്പ ഉണ്ടെങ്കിൽ ഒരിക്കലും എന്നെ ഇങ്ങനത്തെ ഒരു ജോബിന് വിടൂലായിരുന്നു. ഇങ്ങനത്തെ ജോബിനെന്നല്ല, എനിക്കിന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ വരില്ലായിരുന്നു എൻ്റെ വാപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ എനിക്ക് മക്കളെ റബ്ബ് 3 മക്കളെ തന്നില്ലേ, അതിൽ തന്നെ ഞാൻ സന്തോഷിക്കുകയാണ് കേട്ടോ. ഭർത്താവില്ലെങ്കിലും ഭർത്താവ് ഉള്ളത് കൊണ്ടല്ലേ എനിക്ക് ആ മക്കളെ കിട്ടിയത്. അപ്പോൾ ഭർത്താവ് ഇപ്പം ഇല്ല എന്നുള്ളതെങ്കിലും ഞാൻ അവൻ്റെ രക്തത്തിലുണ്ടായത് തന്നെയല്ലേ എനിക്ക് ആ മക്കൾ. അപ്പോൾ എന്താ പറയുക, അതിൽ ഞാൻ അവനോട് എന്തായാലും കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ആ 3 മക്കളെ എനിക്ക് തന്നല്ലോ, അവരെ മുഖത്തേക്ക് നോക്കാനോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുന്നു കൊടുക്കാനോ അതിനൊന്നും അവനക്ക് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പടച്ചവൻ ആയുസ്സും ആരോഗ്യം തരട്ടെ. ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കും. അവന് നടക്കട്ടെ, അവനെ എന്താ പറയുക, അത് അവൻ്റെ എന്നല്ല. ഇപ്പോൾ ഓരോരോ തള്ളാർ മക്കളെ കൊല്ലണ്, എന്താണ് കാമുകന്മാരെ പൊളിച്ചോടി പോണു, അങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ മൈൻഡാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കളെന്ന് വെച്ചാൽ അവരിട്ടിട്ടോ അല്ലെങ്കിൽ അവരൊഴിവാക്കിയിട്ടോ എനിക്കൊരു ജീവിതമല്ല കേട്ടോ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു എന്താണ് കല്യാണം കഴിക്കാൻ പറ്റുമോ, സമ്മതമാണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കല്യാണം കഴിക്കണതോ വേറുള്ളതോ അതൊന്നല്ല. ഞാൻ കല്യാണം കഴിക്കൂല എന്നൊന്നും ഞാൻ പറയണില്ല കേട്ടോ. പക്ഷെ എൻ്റെ ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ ലോണ്, പിന്നെ ഷോപ്പിൻ്റെ ലോണ് വന്നതും എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ഇവിടുന്ന് പേഴ്സണലായിട്ട് ഒരാൾ ഇങ്ങനെ നമ്പർ കിട്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾ എന്നൊക്കെ ഏറ്റെടുക്കുക, അയാളെ വൈഫ് മരിച്ചതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അയാൾക്കൊരു ജീവിതം വേണം. 2 കുട്ടികളുണ്ട്, കുട്ടികളൊക്കെ സെറ്റിലായിക്കണ്. 45 വയസ്സോ എന്തോ തോന്നുന്നു അയാൾ പറഞ്ഞത്. അപ്പോൾ അയാളെ മക്കളൊക്കെ സെറ്റിലായിക്കണ്, കല്യാണം കഴിച്ച 2 പെൺകുട്ടികളാണ്. ഞാൻ ഇതുവരെ കല്യാണം ഇതൊന്നും ഇതായിട്ടില്ല, എനിക്ക് ഇതാവാൻ പറ്റിയിട്ടില്ല. എനിക്കായിട്ട് കാണാനും ഇതിനും കുഴപ്പമില്ലാത്ത ഒരാളെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. പിന്നെ എന്താ പറയുക, അങ്ങനെ എന്തൊക്കെ കുറേ ആളെ എല്ലാം വിധികളൊക്കെ പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളും ഇതൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റൂല എന്നുള്ള ഒരൊറ്റ വാക്കാണ്. അതോടുകൂടെ അത് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. നമുക്കൊരാളെ കൊണ്ട് നമ്മളെന്തിനാ വെറുതെ ആ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ആദ്യം തന്നെ പറ്റൂല എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റൂല എന്ന് തുറന്ന് പറയുക. പിന്നെ അതോടുകൂടെ ആ വിഷയം വിട്ടു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചോളുണ്ടോ, കോണ്ടാക്ട് ചെയ്തോളുണ്ടോ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കളെ പഠിത്തം നിർത്തരുതേ, മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ, എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞോളുണ്ടോ, ഇനിയിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കോണ്ടാക്ട് നിർത്തരുതേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മാക്സിമം നമ്മളെന്താ പറയുക, ഒരാളുടെ അടുത്ത് നിന്ന് ₹1 നമ്മൾ കൈനീട്ടി വാങ്ങിക്കാതിരിക്കുക. അതിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഇവിടെ കഷ്ടപ്പെട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലെ അച്ഛനിൽ നമ്മൾ ഇഷ്ടം പോലെ ആളുകൾ സഹായിക്കാനും ഇരിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ ഒരു ഇത് നമുക്ക് നമ്മളെ
വാപ്പാൻ്റെ അടുത്തു നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തു നിന്നോ നമുക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ വാപ്പയും തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇടങ്ങാറായിട്ടാണ് കേട്ടോ നോക്കി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഉംറക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ ഇവർ തന്നെ ഇവിടുന്ന് പോവുകയുണ്ടാവുമായിരിക്കും, ഉംറക്ക് പോവുമായിരിക്കും എന്ന് വിചാരിക്കണം. അപ്പോൾ അവരെ കൂട്ടത്തിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇവർക്ക് ലീവ് ഉള്ളപ്പോൾ എപ്പോഴാച്ചെങ്കിൽ ഒരു 3 ദിവസത്തെ 4 ദിവസത്തെ പരിപാടിയല്ലേ ഉള്ളൂ. അപ്പോൾ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത്തെ മൈൻഡ് ക്ലിയർ ഇല്ലാത്ത ഈ കടങ്ങളും കള്ളികണ്ടൊക്കെ വെച്ചിട്ട് ഉംറ ചെയ്യണ്ടേ, അങ്ങനെ ഒരു മൈൻഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു കടങ്ങളൊന്നും ഉംറക്കൊരു ഇതല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ എനിക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉള്ള പോലെ ഇത്രയും കടം വെച്ചിട്ട് ഞാൻ ഉംറ ചെയ്യണ്ടേ ഇരിക്കണ്ടേന്നൊക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ എനിക്കിതിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. ഇതിന്ന് എന്തെങ്കിലും ഒരു വരുമാനം കൂടെ കിട്ടിയാൽ എനിക്ക് എൻ്റെ മക്കളെ എടുത്തിട്ട്, അതായത് അവരെ കൂടെ നിന്നിട്ടും അവരെ കൂടെ കളിച്ചിട്ടും ചിരിച്ചിട്ടും എനിക്ക് കൊതി തീർന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇതിന്നൊരു വരുമാനം കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത് അവർക്കുള്ളൊരു മുതൽക്കൂട്ടും കൂടെ ആവുമല്ലോ എന്നുള്ളൊരിതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, എല്ലാവരും പറയുന്നുണ്ട് വീഡിയോക്ക് ലെങ്ത്ത് കൂടുന്നുണ്ട് എന്ന്. മാഷാ അല്ലാഹ് ഞാൻ ഇനി നിർത്താം. അപ്പോൾ കഴിച്ചോ. അപ്പോൾ അതിന് ഇത്രയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം കേട്ടോ. അപ്പോൾ ഞാനിനി കൂടുതലായിട്ട് വീഡിയോക്ക് ലെങ്ത്ത് ഒന്നും ഇടുന്നില്ല. മാഷാ അല്ലാഹ് ഞാൻ അതവിടെ നിലത്ത് ഇരുന്നിക്കുക കേട്ടോ. നിലത്ത് വെച്ചാൽ ഇതിങ്ങനെ ഒരു ഇതുണ്ട്, ഇതൊക്കെ വെള്ളം പാർന്ന് വിട്ടതാട്ടോ. ഇതൊക്കെ വെള്ളം പാർന്ന് കഴുകിക്കണം. ഈ ഒരു ഭാഗം കുറച്ച് ഭാഗം കഴുകിയിട്ടില്ല, ബാക്കിയുള്ളവിടൊക്കെ വെള്ളം പാർന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുളിക്കാൻ പോകണം. ഇനി ഇവരെ അവിടെ കൊണ്ടുപോയി ആക്കി ഞാൻ വീടൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കിയതിന് ശേഷമുള്ളൂ കേട്ടോ കുളിക്കുള്ളൂ. അപ്പോൾ തയ്യൽ മെഷീൻ വാങ്ങിച്ചിട്ടുണ്ട്. മെഷീന് തയ്ക്കാനൊന്നും ഇരുന്നിട്ടില്ല. 2 ദിവസമായിട്ട് തലവേദന ഉണ്ടായിരുന്നു, ഇടുപ്പ് വേദനയും കാര്യങ്ങളൊക്കെ. എന്നാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ മാക്സിമം വരാൻ നോക്കുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും ഇതിന്നൊരു വരുമാനം കിട്ടണം, വരുമാനം കിട്ടി തുടങ്ങണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണണം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ മാഷാ അല്ലാഹ് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.